നിങ്ങളെ ഫേവറേറ്റ് പേഴ്സൺ ആണ്? ഞാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞിട്ടുള്ള ഫേവറേറ്റ് പേഴ്സൺ മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേ എങ്ങനെ കൊടുത്താലും അത് കിട്ടും. ഈ ഹനൻ ബെസ്റ്റ് ഫ്രണ്ട് ആണോ? ഓക്കെ. എന്തുകൊണ്ട് ഹനൻ ഇത്ര ഇഷ്ടം? ഹനാൻ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹനാൻ ആക്ച്വലി ഇപ്പം ഹനാൻ പോപ്പുലറാണ്, ഭയങ്കര പോപ്പുലറാണ്. പക്ഷെ ഹനാൻ ഒന്നുമല്ലാത്ത സമയത്ത് ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അവൻ്റെ സീനിയർ ആയിരുന്നു. ഞാൻ 10th പഠിക്കുമ്പോൾ അവൻ 8ാം ക്ലാസ് പഠിക്കുന്നത് നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ. അവിടുന്ന് ഞങ്ങൾ ഫുട്ബോൾ, ആ സമയത്ത് ഞാനൊരു ഫുട്ബോൾ ഭ്രാന്തനായിരുന്നു. അവൻ ഈ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് മലപ്പുറത്ത് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ മെയിനാണ്. എൻ്റെ വലിയൊരു ആഗ്രഹം അതായിരുന്നു. അത് വേറെ കഥ, പോട്ടെ, മറക്കാൻ ശ്രമിക്കുന്ന കഥ. അപ്പോൾ ഞങ്ങളെ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിന്ന് പോകാനുള്ള മെയിൻ റീസൺ തന്നെ ഹനാനാണ്. കാരണം അവൻ എൻ്റെ ജൂനിയർ ആയതുകൊണ്ടും ഞാൻ സീനിയർ ആയതുകൊണ്ടും ഞാൻ എന്തിനാ അവനോട് കമ്പനി വെക്കണം എന്നുള്ള മൈൻഡിലായിരുന്നു ഞാൻ പണ്ട് നടന്നത്. പക്ഷേ ഇവൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ എല്ലാവർക്കും ഭയങ്കര കമ്പനിയാണ്. ഇവൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അന്ന് ഫുട്ബോൾ കളിക്കാൻ ഞാൻ ടീം കളിക്കുന്ന ടൈമാണ്. അവനപ്പോൾ വന്നിട്ടുള്ളൂ സ്കൂളിൽ. അപ്പോൾ ആള് നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ഓരോന്നും ചോദിക്കും, എങ്ങനെ അത് ചെയ്യുന്നത്, എങ്ങനെ ഇത് ചെയ്യണമെന്ന്, അങ്ങനെ ഫുട്ബോൾ കളിക്കണം. പിന്നെ എനിക്കാണെങ്കിലും അവനിൽ കൗതുകം തോന്നിയ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുണ്ടായിരുന്ന ബൂട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഇമ്പാക്റ്റിൻ്റെ ഒരു 350 ഉറുപ്പ്യൻ്റെ ബൂട്ടാണ് ഫുട്ബോൾ കളിക്കാൻ, ആ ബൂട്ട്. അപ്പോൾ ആ സെയിം സമയത്ത് ഇവൻ കളിക്കാനായിട്ട് വരിക നിവ്യ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ 700-800 രൂപ വില വരുന്ന ബൂട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഇടണമെങ്കിൽ ഒരു റേഞ്ച് വേണം. ഇതൊക്കെ ഇട്ടിട്ടാണ് അവനൊന്ന് വരിക. നമ്മുടെ അടുത്ത് സ്റ്റാർ ഇമ്പാക്റ്റിൻ്റെ ബൂട്ട്, സ്റ്റാർ ഇമ്പാക്റ്റ് പക്ഷേ മോശമല്ല കേട്ടോ, യൂസ് ചെയ്യണവർക്ക് അറിയാം സ്റ്റാർ ഇമ്പാക്റ്റ് ബെസ്റ്റ് ബൂട്ടാണ്. ആ സമയത്തെ മിഡിൽ ക്ലാസ് ബൂട്ടാണ് ആ സാധനം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത് കണ്ടപ്പോൾ എനിക്ക് അവനോടൊരു ഓക്കെ, അവൻ ഇങ്ങനെ കമ്പനി വരുമല്ലോ. അപ്പോൾ ഞാനും തന്നെ അത്യാവശ്യം അങ്ങോട്ട് സംസാരിക്കും. പിന്നെ നമ്പർ ഷെയറിങ് ആയി. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് പോയി, അവിടുന്ന് സ്കൂളിൽ നിന്ന് പോയി. ഞാൻ +1 +2 പഠിച്ചത് എൻ്റെ നാട്ടിൽ തന്നെ വണ്ടൂർ VMCയിലാണ്. അപ്പോൾ അവൻ +2 പഠിച്ചത് എടവണ്ണ. അപ്പോൾ എടവണ്ണക്ക് പാസ് ചെയ്യാൻ വണ്ടൂർ ത്രൂവാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ നാട്ടിലെ ഫ്രണ്ട്സ് ഈ റോഡ് സൈഡിൽ തന്നെ ഉള്ളത്. അപ്പോൾ ഞാൻ ഈ റോഡ് സൈഡിലുണ്ടാവും, ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവിടെ റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ടാവും. അപ്പോഴേക്ക് ഇപ്പം എടവണ്ണെന്ന് ക്ലാസ് കഴിഞ്ഞ് ബസ്സിൽ ഇങ്ങനെ പോവുക. അപ്പോൾ പക്ഷേ ഈ ബസ്സിന്നില്ല കയ്യാട്ടലും അതൊക്കെ ഉള്ളൂ. പിന്നെ ആ സമയത്താണെങ്കിലും അവൻ നന്നായിട്ട് പാട്ട് പാടിയിരുന്നു. അവൻ ചെറുപ്പം മുതലേ പാട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ കലോത്സവത്തിൻ്റെ സമയത്ത് എപ്പോഴും സാറുമാർക്ക് ഇതാ പണി, ഫസ്റ്റ് പ്രൈസ് അനാൻഷ, ഫസ്റ്റ് പ്രൈസ് അനാൻഷ. ഇതിങ്ങനെ എന്ത് പാട്ടിൻ്റെ സംഗതി ഉണ്ടോ ഫസ്റ്റ് ഇങ്ങനെ അവൻ്റെ പേര് കേൾക്കും. അപ്പോൾ അന്നേ അവൻ പാട്ടിന് അടിപൊളിയാണ്. അന്ന് മാപ്പിളപ്പാട്ടാണ് പാടുന്നുണ്ട്. ഇങ്ങനെ സിനിമാ പാട്ടും അല്ലെങ്കിൽ കവർ ചെയ്യണ ഇതൊന്നുമില്ല, ഫുള്ള് മാപ്പിളപ്പാട്ട്. അന്ന് എൻ്റെ ഉപ്പ അവനെ മാപ്പിളപ്പാട്ടിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ സുഹൃത്ത് അസറു, അവനും ഞങ്ങളെ ഈ ഒരു സ്കൂൾ ഫ്രണ്ട്സാണ് ഇതൊക്കെ. അപ്പോൾ അവൻ ജോർജിയിൽ പോയി, അവൻ 12th കഴിഞ്ഞ് ജോർജിയിൽ പോയി. ഹനാൻ ചെറുതായിട്ട് കവേഴ്സ് ചെയ്യാൻ തുടങ്ങി. കവേഴ്സ് അവനെ വീടിൻ്റെ അകത്ത് നിന്നിട്ട് തന്നെ പാട്ടുകളൊക്കെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ കോഴിക്കോട് ഒരു പ്രോഗ്രാമിന് അവന് ഇൻവിറ്റേഷൻ കിട്ടി. അവിടെ പോയി അങ്ങനെ കുറേ നേരം പുറകിൽ നിന്ന് ഒരു 1.5 മണിക്കൂറോളം നിന്ന് ആ പ്രോഗ്രാമിൻ്റെ അവസാനം ഇവനൊരു അവസരം കിട്ടി പാടാൻ. അപ്പോൾ ഓഡിയൻസ് ഓൾറെഡി സ്പ്രെഡായി പോകുന്നുണ്ട് പ്രോഗ്രാം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവൻ മൈക്കെടുത്ത് പാടാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ വെയിറ്റ് ചെയ്തു, ആൾക്കാർ നിന്ന് അവൻ പാടുന്നുണ്ട്. അപ്പോൾ കേൾക്കാന്നുള്ള മൂഡായി. അങ്ങനെ അവൻ്റെ പാട്ട് ആൾക്കാർ ലിസൺ ചെയ്ത് സത്യം പറഞ്ഞാൽ ആ ഒരു പോയിന്റിൽ നിന്നാണ് ഹനാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് വന്ന് തുടങ്ങിയത്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ഒരു 4 വർഷം കൊണ്ടാണ് ആരും ആയിരുന്നില്ലാത്ത ഹനാൻ ഇപ്പോൾ നിൽക്കുന്ന ഒരു പൊസിഷനിലെത്തിയത്. അപ്പോൾ തുടക്കം മുതലേ അവൻ്റെ 0 കൈയൊട്ടാൻ നമ്മളുണ്ട്. അവൻ ഇപ്പോൾ നിന്നാലും ഫസ്റ്റ് നിരയിൽ നിന്ന് കൈയൊട്ടാൻ നമ്മളുണ്ട്. അപ്പോൾ അവൻ്റെ വളർച്ചയിൽ നമുക്ക് ഭയങ്കര അധികം സന്തോഷമുണ്ട്. കാരണം ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ആൾ കയറി വന്നത്. അങ്ങനെ ഒറ്റയടിക്ക് ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ആയി വന്നതല്ല. ഇപ്പം അവന് വേണമെങ്കിൽ ചാടണം, അവനെ 4 ആൾ അറിയുന്നു പറഞ്ഞിട്ട് നമ്മളടുത്ത് ചാടണം. പക്ഷെ അങ്ങനത്തെ കുഴപ്പമൊന്നും അവനില്ല. അന്ന് ഞാൻ കണ്ട എന്താണോ അതിലാറെ ഒന്നും കൂടി താന്നിട്ടാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫേവറേറ്റ് പേഴ്സൺ.